ഇടുക്കിയുടെ മലയോര മേഖലയ്ക്ക് അഭിമാനമായി ഒരു കുഞ്ഞെഴുത്തുകാരി കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഥാ കവിതാരചനാ മത്സരങ്ങളിൽ എ ഗ്രേഡ് നേടിയ ആദിത്യ മോഹനാണ് എഴുത്തിന്റെ വഴിയിൽ മലയോരത്തിന് അഭിമാനമായിരിക്കുന്നത്. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ആദിത്യ മോഹൻ. അമ്മയുടെ മടിയിൽ കിടന്നു കേട്ട കഥകളും കവിതകളും ഹൃദയത്തിൽ കുറിച്ചിട്ട ആദിത്യ ബാലസാഹിത്യങ്ങളുടെ കൈപിടിച്ചാണ് എഴുത്തിന്റെ ലോകത്തേക്ക് ചുവടുവെച്ചത്. കഥാ കവിതാ രചനകളിൽ ഏറെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഈ കൊച്ചുമിടുക്കി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 2 ഇനങ്ങളിലും എ ഗ്രേഡ് നേടിയാണ് മലയോരത്തിന്റെ അഭിമാനമായത്. മൊബൈൽ ജീവിതം എന്ന വിഷയമാണ് കഥാരചനയ്ക്ക് ലഭിച്ചത്. തോറ്റവരുടെ കൂടാരം എന്നതായിരുന്നു കവിതാരചനയുടെ വിഷയം. മലയോരത്തിന്റെ മനോഹാരിത വാക്കുകളിൽ കുറിക്കാൻ തുടങ്ങിയ കാലം മുതൽ അതിന് ആസ്വാദനത്തിന്റെ ലഹരിയുണ്ടെന്ന് കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചത് അമ്മ പുഷ്പയാണ്. രചനകൾക്കൊപ്പം പഠനത്തിലും ആദിത്യ ഏറെ മുന്നിൽ തന്നെ. SSLC പരീക്ഷയിൽ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് ഈ കൊച്ചുമിടുക്കിയാണ്. അധ്യാപകരുടെയും സഹപാഠികളുടെയും അകമഴിഞ്ഞ സഹകരണവും തന്റെ വിജയത്തിന് കാരണമായെന്ന് ആദിത്യ പറയുന്നു. ചെറുപ്പം മുതലേ വായിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നീട് സ്കൂളിലെ അധ്യാപകരൊക്കെയാണ് എന്നെ എഴുതാനായിട്ട് പ്രോത്സാഹിപ്പിച്ചത്. പിന്നെ അവരുടെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് ഇപ്രാവശ്യം സ്റ്റേറ്റ് ലെവൽ വരെ എത്താനായിട്ട് എനിക്ക് സാധിച്ചത്. അച്ഛൻ കൂലിവേല ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് വേണം ആദിത്യയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ. കടുത്ത സാമ്പത്തിക പരാധീനതകളിലും ഒരു എഴുത്തുകാരിയായി മാറണമെന്ന തന്റെ സ്വപ്നം നെഞ്ചോട് ചേർത്ത് ആദിത്യ മുന്നേറുകയാണ്. സന്ദീപ് രാജാക്കാടിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.